ഹലോ ഡിയർ ആസ്പിരൻസ്. ലോകത്തിൽ രണ്ടേ ആളുകൾ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷ, അതും നമ്മുടെ കേരളത്തിൽ. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണല്ലേ? എന്നാൽ നമുക്ക് ആ ഭാഷയെക്കുറിച്ചൊന്ന് പഠിക്കാം. അപ്പോൾ തക്ഷശില IAS അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ, ഇന്നത്തെ ഈ സെഷനിൽ, ഹിസ്റ്ററിയും ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ സെഷനിൽ ഞാൻ ആ ഒരു പ്രത്യേക ഭാഷയാണ് പരിചയപ്പെടുത്തുക. മദിക എന്നാണ് ആ ഭാഷയുടെ പേര്. അപ്പോൾ അതിനെക്കുറിച്ച് പത്രത്തിൽ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ന്യൂസ് ഒന്ന് നോക്കാം. മദിക, എ ലാംഗ്വേജ് സ്പോക്കൺ ബൈ ദ ചക്കാലിയ കമ്മ്യൂണിറ്റി ദാറ്റ് മൈഗ്രേറ്റഡ് ഫ്രം കർണാടക സെഞ്ചുറീസ് എഗോ ഈസ് ഫാസ്റ്റ് ബിക്കമിങ് എക്സ്റ്റിങ്ക്ട് വിത്ത് ദ യങ്ങർ ജനറേഷൻ ഓപ്റ്റിംഗ് ഫോർ മലയാളം. അപ്പോൾ പണ്ട് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ചക്കാലിയ എന്ന് പറയുന്ന ഒരു കാസ്റ്റ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയിലെ ഇപ്പോഴത്തെ ജനറേഷൻ, യങ്ങർ ജനറേഷൻ മലയാള ഭാഷ ഉപയോഗിക്കുന്നത് കൊണ്ട് അവരുടെ മാതൃഭാഷയായ മദിക എന്ന് പറയുന്ന ഭാഷ എക്സ്റ്റിൻറ്റ് ആകാൻ പോകുന്നു. ആകെ ഇപ്പോൾ രണ്ട് പേര് മാത്രമാണ് ദ ഫ്ലുവൻറ്റ് സ്പീക്കേഴ്സ് ഓഫ് മദിക. മദിക ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന രണ്ടേ ആളുകൾ മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ. അപ്പോൾ എക്സ്റ്റിൻറ്റ് ആകാൻ പോകുന്ന ഒരു ഭാഷയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് നമ്മുടെ കേരളത്തിലാണെന്ന് മനസ്സിലാക്കുക. ദർ ആർ ഓൺലി 2 people ലെഫ്റ്റ്, നാരായണൻ ആൻഡ് രജപുത്രി. നാരായണനും നാരായണന്റെ നീസ്, കൊച്ചുമകൾ എന്നല്ല, എന്താ പറയുക, അനന്തരവളായ രജപുത്രിയും. ഈ രണ്ടേ ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഈ പറയുന്ന മദിക ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുക. കാരണം ആ മദിക ലാംഗ്വേജ് സംസാരിച്ചിരുന്ന ആളുകളൊക്കെ മരണപ്പെട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ വിദ്യാഭ്യാസമൊക്കെ കിട്ടി വന്നപ്പോൾ അവർ മലയാള ഭാഷയാണ് ഇപ്പോൾ സംസാരിക്കുന്നതും എഴുതുന്നതും ഒക്കെ. അപ്പം ഇത് സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല, സ്ക്രിപ്റ്റ് ഇല്ലാത്ത ഒരു വോക്കൽ ട്രഡീഷൻ ആണ്, അല്ലെങ്കിൽ ഓറൽ ട്രഡീഷൻ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ there are only 2 people who are the last fluent speakers of Madiga named നാരായണൻ ആൻഡ് ഹിസ് നീസ് രജപുത്രി. അപ്പോൾ ഇവർ രണ്ടുപേരെ ഇപ്പോൾ ഈ ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നവരായിട്ട് ലോകത്തിലുള്ളൂ. അപ്പോൾ നമ്മുടെ കേരളത്തിലാണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ കേരളത്തിലാണ് ഇത് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. മദിക ഈസ് എ ലാംഗ്വേജ് വിത്ത് നോ സ്ക്രിപ്റ്റ് ആൻഡ് ഈസ് എ ബ്ലെൻഡ് ഓഫ് തെലുഗു, തുളു, കന്നഡ ആൻഡ് മലയാളം. അപ്പോൾ മദിക എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് ഇല്ലാത്തൊരു ലാംഗ്വേജ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ ബ്ലെൻഡ് ഓഫ് തെലുഗു, തുളു, കന്നഡ ആൻഡ് മലയാളം. തെലുങ്ക്, തുളു, കന്നഡം ആൻഡ് മലയാളം, ഈ 4 ഭാഷകളുടെ ഒരു ബ്ലെൻഡാണ് യഥാർത്ഥത്തിൽ മദിക എന്ന് പറയുന്ന ലാംഗ്വേജ്. മദിക ഈസ് ലാർജ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹവ്യക കന്നഡ, ആൻ ഓൾഡ് ഫോം ഓഫ് കന്നഡ. കാരണം ഇവർ കർണാടകയിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലേക്ക് കുടിയേറിയ കമ്മ്യൂണിറ്റിയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഇന്ന് കാണുന്ന മോഡേൺ കർണാടകയിലെ കന്നഡ ഭാഷയല്ല. ഹവ്യക കന്നഡ എന്ന് പറയുന്ന ഇന്നത്തെ കന്നഡയൊക്കെ ഓൾഡ് ഫോം, പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ആ കന്നഡയാണ് ഈ പറയുന്ന മദിക ലാംഗ്വേജിനെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ സ്റ്റൈലിലൊക്കെ കന്നഡ ഭാഷയുടെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ ഇന്നത്തെ കന്നഡയല്ല, ഓൾഡ് ഫോം ഓഫ് കന്നഡ, അതായത് ഹവ്യക കന്നഡയോടാണ് ഇത് ലാർജ്ലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതെന്ന് ഓർക്കുക. എന്ന് വെച്ച് കന്നഡ ഭാഷയിൽ നിന്നുണ്ടായതല്ല, തെലുങ്കിൻ്റെയും തുളുവിൻ്റെയും കന്നഡയുടെയും മലയാളത്തിൻ്റെയും ഒരു ബ്ലെൻഡ് മിക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ മദിക എന്ന് പറയുന്ന ലാംഗ്വേജ്. The neglect of Madiga is attributed to the social stigma associated with the Chakaliya community. They were considered as untouchables. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ മദിക എന്ന് പറയുന്ന ലാംഗ്വേജ് ഇത്രയധികം നെഗ്ലക്റ്റഡ് ആകാൻ കാരണം ഇവിടെയുള്ള ഒരു സോഷ്യൽ സ്റ്റിഗ്മയാണ്, ഇവിടുത്തെ സോഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമാണ്. കാരണം ഈ ചക്കാലിയ കമ്മ്യൂണിറ്റിയെ അൺടച്ചബിൾസ് ആയിട്ട്, ലോവർ കാസ്റ്റ് പീപ്പിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അവർ സംസാരിച്ചിരുന്ന ഭാഷയായതുകൊണ്ട് അതിന് വേണ്ടുന്ന കെയറോ ഇമ്പോർട്ടൻസോ കൊടുക്കുവാനായിട്ട് ആ സെഞ്ചുറീസ് എഗോ മുതൽ തന്നെ ആരും ശ്രമിച്ചിട്ടില്ല, ഭരണകൂടങ്ങളൊന്നും തന്നെ ശ്രമിച്ചിട്ടില്ല. അപ്പം ഇനിയെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്തില്ലെങ്കിൽ ഈ മദിക എന്ന് പറയുന്ന ലാംഗ്വേജ്, ഈ പറയുന്ന ലാസ്റ്റ് 2 ഫ്ലുവൻറ്റ് സ്പീക്കേഴ്സിൻ്റെയും കാലഘട്ടം കഴിയുമ്പോൾ അത് എക്സ്റ്റെൻഡ് ആയി പോകും. അപ്പം ഈ ഒരു ലാംഗ്വേജ് നമ്മുടെ കേരളത്തിലാണെന്നുള്ളതെന്ന് മനസ്സിലാക്കുക. Since no documentation has been done, the language may not survive after the people like Narayan and Rajaputri. അപ്പോൾ ഇവരുടെ ഒരു കാലഘട്ടത്തിന് ശേഷം ഇത് നിലനിൽക്കില്ല. കാരണം ഇതിന് സ്ക്രിപ്റ്റ് ഇല്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഡോക്യുമെന്റേഷൻസ് ഒന്നും ഇനിയും നമ്മൾ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ
ഈ പറയുന്ന ലാംഗ്വേജസ് ഇല്ലാതായി പോകും. ഇത് നിയർ ഫ്യൂച്ചറിൽ എക്സ്റ്റിൻ്റ് ആകാൻ പോവുകയാണ് എന്നാണ് കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ കിട്ടുന്നതിനായിട്ട് തക്ഷശില IAS അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാഡമി. Aspire, enroll, achieve.